പുകവരം കാസർഗോഡ് വന്ദേ ഭാരതിൽ വാതക ചോർച്ചയുണ്ടായിരിക്കുകയാണ്. C5 കോച്ചിലാണ് വാതകം ചോർന്നിരിക്കുന്നത്. ഇവിടെ പരിശോധന നടത്തിയ ശേഷം ട്രെയിൻ യാത്ര തുടർന്നിട്ടുണ്ട്. ആരെങ്കിലും ടോയ്ലറ്റിൽ വെച്ച് സിഗരറ്റ് വലിച്ചിരിക്കാമെന്നും സ്മോക്ക് ഡിറ്റക്ടർ പ്രവർത്തിച്ചതാണ് പുകവരാൻ കാരണമെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. C5 से बात कर रहा हूँ। हेलो ओके അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായുണ്ട്. അരുൺ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. അത്രമാത്രം പുകയുണ്ട്. AC കമ്പാർട്ട്മെന്റ് ഒക്കെയാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ ആരോഗ്യനിലയെ പറ്റി പറയാം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? മറ്റൊന്ന്, എങ്ങനെ ഈ ഒരു വാതക ചോർച്ച ഉണ്ടായി എന്നുള്ളതാണ് നിലവിലുണ്ടാകുന്ന വിശദീകരണം. ഈ സംഭവത്തെ തുടർന്ന് യാത്രക്കാർക്കാർക്കെങ്കിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ആലുവയിൽ നിന്ന് യാത്ര തുടരുകയാണ്. സാധാരണ നിലയിൽ തന്നെ ഇപ്പോൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ 8:45 കൂടിയാണ് എറണാകുളത്തിനും ആലുവയ്ക്കും ഇടയ്ക്ക് ഏകദേശം കളമശ്ശേരിക്ക് സമീപത്ത് വെച്ച് C5 കോച്ചിൽ ഒരു ശബ്ദം കേൾക്കുന്നത്. ഈ ശബ്ദത്തെ തുടർന്ന് വലിയ രീതിയിൽ പുക ഉയർന്നു. ഇത് യാത്രക്കാരൻ വലിയ പരിഭ്രാന്തി പരത്തി. കാരണം വലിയ രീതിയിൽ പുക ഉയർന്നതോടുകൂടി ചില യാത്രക്കാർക്ക് ശ്വാസതടസ്സവും ചുമയൊക്കെ അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ വന്ദേ ഭാരത് നേരെ ആലുവ സ്റ്റേഷനിൽ കൊണ്ടുവരികയും അവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്തു. ഈ പുക വരാനുള്ള കാരണം എന്താണെന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും പരിശോധിച്ചത്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് C5 കോച്ചിന് സമീപത്തുള്ള ടോയ്ലറ്റിൽ വെച്ച് ആരോ പുക വലിച്ചു. ആ പുക തട്ടിയാണ് സ്മോക്ക് ഡിറ്റക്ടർ, ട്രെയിനിലെ സ്മോക്ക് ഡിറ്റക്ടർ പ്രവർത്തിച്ചു. ഇതിനെ തുടർന്നാണ് പുക ഉയർന്നത് എന്നത് മനസ്സിലാക്കി. ഇപ്പോൾ ആ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ആ പരിഹരിച്ചതിന് ശേഷം ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ടു. ഏകദേശം 23 മിനിറ്റോളം ആലുവ സ്റ്റേഷനിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് പിടിച്ചിട്ടു. എല്ലാ സാങ്കേതിക വിധത്തിലും എത്തി പരിശോധിച്ച ശേഷം മാത്രമാണ് ട്രെയിൻ പുറപ്പെട്ടത്. മറ്റ് കാരണങ്ങളൊന്നുമല്ല ഈ പുക വരാൻ കാരണം. ഇത്തരത്തിൽ ഈ പുക തട്ടിയത്, അതായത് സിഗരറ്റ് വലിച്ചതിൻ്റെ പുക തട്ടിയതാണ് ഇത്തരത്തിൽ സ്മോക്ക് ഡിറ്റക്ടർ പ്രവർത്തിക്കുകയും അതിനെ തുടർന്നുള്ള പുക വരികയും ചെയ്തു. അല്ലാതെ മറ്റു തരത്തിലുള്ള അട്ടിമറിയൊന്നും ഇല്ല, മറ്റു തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ യാത്ര തുടരുന്നത്. ഈ ട്രെയിനിൽ തന്നെ സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ ഉണ്ട്. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതൊക്കെ പരിശോധിക്കാൻ അവരും ഇപ്പോൾ ഈ ട്രെയിനിനൊപ്പമുണ്ട്. എന്തായാലും സുരക്ഷിതമായി തന്നെയാണ് ഇപ്പോൾ ട്രെയിൻ മുന്നോട്ട് പോകുന്നതെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്.